സിദ്ധു അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് സാക്ഷിയുടെ മടിയിൽ കിടന്ന് എന്തൊക്കെയോ പരിഭവം പറയുന്ന വിച്ചുവിനെയാണ്. ഇടയ്ക്ക് എൻ്റെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചെക്കൻ. കണ്ടപ്പോൾ ചിരി വന്നു എങ്കിലും സിദ്ധു ഒന്നും മിണ്ടാതെ അവൻ്റെ അടുത്ത് പോയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അർജു വാതിലിൻ്റെ അടുത്തും. എന്താണ് എൻ്റെ അനിയൻ വാവയ്ക്ക് ഒരു പരാതിയും പരിഭവമൊക്കെ സിദ്ധു പതിയെ തലയിൽ തലോടിയതും ആ കൈ തട്ടിക്കളഞ്ഞു അവൻ. വൈച്ചു. സാക്ഷിയുടെ ദേഷ്യത്തോടെയുള്ള വിളിയാണ് താൻ എന്താ ചെയ്തത് എന്ന ബോധം അവന് വന്നത്. സിദ്ധുവിനെ നോക്കിയപ്പോൾ വലിയ ഭാവവ്യത്യാസമില്ലാതെ ഇരിക്കുന്നു എങ്കിലും മുഖം കണ്ടാൽ അറിയാം വിച്ചുവിൻ്റെ പ്രവൃത്തി അവൻ നല്ല വിഷമമായി എന്ന്. സോറിടാ ചേട്ടാ, എനിക്ക് ദേഷ്യം വന്നപ്പോൾ അറിയാതെ ചെയ്തതാണ്. അതെന്താ നിനക്ക് ഇത്ര ദേഷ്യം വരാൻ? എന്തിനാ ആ ആരുവിനോട് ഇത്ര സ്നേഹം? എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അവൾ ചെയ്തതെല്ലാം ഒരു ദിവസം കൊണ്ട് മറന്ന് പെങ്ങളായി ഏറ്റെടുത്തേക്കുന്നു. ഏട്ടന് അനിയനും അനിയത്തിയുമായി ഞാനുണ്ട്, വേറെ ആരും വേണ്ട. അതെനിക്ക് ഇഷ്ടവുമല്ല. ഇനി പുതിയ ബന്ധങ്ങൾ ഏറ്റെടുക്കാനാണ് പരിപാടിയെങ്കിൽ എന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റിക്കോ, ഞാൻ അവിടെ നിന്നോളാം. നീ ഇത് എന്തൊക്കെയാ മോനെ പറയുന്നത്? നീയല്ലേ എൻ്റെ ആദ്യത്തെ മോൻ. പിന്നെ ഇപ്പോൾ എന്തിനാ ഹോസ്റ്റലിൽ പോകണമെന്നൊക്കെ? ഇനി നിന്റെ സ്റ്റാറ്റസിന് ചേട്ടനെ പിടിക്കുന്നില്ലേ? വിച്ചുവിൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ സിദ്ധുവിന് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. സ്വന്തം ചേട്ടനെ ജീവനായി കരുതുന്ന ഒരു അനിയനും എവിടെയും അവൻ്റെ ചേട്ടനെ തള്ളി പറയില്ല, ഏതവസ്ഥയിലായാലും. പിന്നെ എന്തിനാ വിച്ചു നിൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം ആരുമാണ്. അവളെ മോളെ എന്ന് വിളിക്കുന്നു. അവൾക്ക് വേണ്ടി എന്നോട് ദേഷ്യപ്പെടുന്നു. പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പോലും. പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ എനിക്ക് സൗകര്യമില്ല. ഏട്ടൻ കാണും കൂടെ പോലും. അങ്ങനെ ഞാൻ കണ്ടാലും സത്യമായിട്ടും ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ചായയിൽ വിം കലക്കി തരും. ഡാ ചേട്ടാ, നിനക്ക് സ്നേഹിക്കാനും കൊഞ്ചിക്കാനും എല്ലാം അനിയനായി ഞാനുണ്ട്, അത് മതി. പിന്നെ അമ്മാളും ഉണ്ടല്ലോ, അമ്മാളൂരെ സ്നേഹിച്ചോ. പിന്നെ ഭാവിയിൽ വരുന്ന ബേബീസ്. അല്ലാതെ കോൺട്രാക്റ്റ് വെച്ച് ഇവിടെ വേറെ ആരും വേണ്ട, കേട്ടല്ലോ. ഇനി ഞാനറിയാതെ അണ്ടർഗ്രൗണ്ട് വലി അവളോട് നടത്തിയാൽ വിമ്മിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ അമ്മാളു എൻ്റെ കൂടെ നിന്നിട്ട് കെട്ടിയവനോട് സ്നേഹം കാണിച്ചാൽ അമ്മാളുവിൻ്റെ മുടി കഴുകുന്ന ഷാമ്പൂവിൽ ഞാൻ കാർ കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഒഴിക്കും. എന്തിനാ ഇങ്ങനെ വാതിലിൻ്റെ അടുത്ത് കാഴ്ച കാണാൻ നിൽക്കുന്നേ? അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ. സംസാരിച്ചെൻ്റെ എനർജി കുറേ പോയി. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇതും പറഞ്ഞ് അർജുവിനെ തള്ളി മാറ്റി ചവിട്ടിത്തുള്ളി പോകുന്ന വിച്ചുവിനെ നോക്കി അവിടെയുള്ളവർ അറിയാതെ ചിരിച്ചു പോയി. രാത്രി സിദ്ധുവിൻ്റെ നെഞ്ചിൽ ചാരി കയ്യിലേക്ക് നോക്കി ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു സാക്ഷി. ഒരു കൈ കൊണ്ട് അവനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ന് വൈച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ പേടിച്ചു പോയോ? അനിയനിനി ചേട്ടനെ വേണ്ട എന്ന് തോന്നിയോ? പേടിച്ചോന്ന് ചോദിച്ചാൽ പേടിയല്ലായിരുന്നു. ആകെ ഞാൻ വല്ലാതായിപ്പോയി. വിച്ചുമോൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. പിന്നല്ലേ മനസ്സിലായത് ചെറുക്കന് അസൂയ കൂടിയതാണെന്ന്. അവനല്ലാതെ വേറെ ആരും വേണ്ട പോലും. LKG കുട്ടിയാണെന്നാ വിചാരം. വെറും അസൂയ. അവൻ തമാശ പോലെ പറഞ്ഞെങ്കിലും വെറും അസൂയല്ല ഏട്ടാ ആ വാക്കുകൾ. വൈച്ചുവിന് നല്ല പേടിയുണ്ട്. ആരു ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് വരുമെന്ന്. അതാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അറിയാം പെണ്ണെ, ഇനി എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നീയില്ലേ, അത് മതി എനിക്ക്. അതൊന്നും ഓർത്ത് എൻ്റെ ഭാര്യ ഇപ്പോഴേ ടെൻഷനാകേണ്ട. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ എന്ത് കാര്യം? കണ്ണുകുറിപ്പിച്ച് സാക്ഷി ചോദിച്ചതും അതിന് മറുപടി പറയാതെ സിദ്ധു അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനടിയിൽ കൂടി കുസൃതി കാണിക്കാൻ തുടങ്ങി. ആദ്യം സച്ചു എതിർത്തെങ്കിലും പതിയെ അവളും അവന് വിധേയയായി. ദിവസങ്ങൾ കടന്നുപോയി. സിദ്ധു അവൻ്റെ പ്രണയം മുഴുവൻ സാക്ഷിയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ പകർന്നുകൊണ്ടിരുന്നു. അവൻ്റെ പ്രണയം കൊണ്ട് തൻ്റെ വിഷമങ്ങളെല്ലാം സാക്ഷി മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്തു. അനിയത്തിയെ കാണാൻ തോന്നുമ്പോഴെല്ലാം ദീക്ഷിത് വരുമെങ്കിലും സച്ചുവിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും അവളോട് അകലം പാലിച്ചു നടക്കുന്നു. നാളെയാണ് സച്ചുവിനും വിച്ചുവിനും ഒരുമിച്ച് കോളേജിൽ ആദ്യമായി പോകുന്ന ദിവസം. സച്ചു ഇംഗ്ലീഷ് ഡ്രോപ്പ് ചെയ്ത് BBA എടുക്കാൻ തീരുമാനിച്ചു. അതേ ക്ലാസ്സിൽ തന്നെ വിച്ചുവും. ഒരേ കളർ ബാഗും ഡ്രസ്സും ഒക്കെയായി LKG കുട്ടികളെക്കാൾ കഷ്ടമാണ് രണ്ടുപേരും. ഡ്രസ്സും ബാഗും മാത്രമാക്കണ്ട, ഒരേപോലെ ഷൂ കൂടി വാങ്ങിയിട് രണ്ടും. രാവിലത്തെ ഫാഷൻ ഷോ കണ്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സിദ്ധു പറഞ്ഞപ്പോൾ അവനെ നോക്കി ക്ലോസപ്പ് ചിരിച്ചു രണ്ടും. ഷൂ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ണാപ്പി. ഓഫർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരേ കളർ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു, എങ്കിലും കുഴപ്പമില്ല.
അത് കേട്ടപ്പോൾ ചോദിച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നി സിദ്ധുവിന്. രണ്ടുപേരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. കോളേജിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. സച്ചുവിന് വേണ്ടി കൂട്ടുകാരുമായി അടിയിടാൻ നിന്നാൽ രണ്ടും വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്. ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കണം, ഉച്ചയ്ക്ക് ഫുഡ് മുഴുവൻ കഴിക്കണം. എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ വരാം, അല്ലാതെ എന്നെ കാത്തിരിക്കണ്ട. ടീച്ചേഴ്സ് തരുന്ന നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. സംശയമുള്ളത് അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ റാഗിങ് കാണും. കൂടുതലായാൽ അവിടെ പ്രതികരണ സിംഹങ്ങളാകാതെ എന്നെ വിളിക്കണം. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കണം, കേട്ടല്ലോ? പിന്നെ സച്ചു 1 കൊല്ലം പഠിച്ചുവെങ്കിലും പുതിയ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. വെറുതെ വഴക്കിനൊന്നും പോകലേ മക്കളെ. കാറിൽ കോളേജിലേക്ക് പോകുന്ന വഴി ഒരു അച്ഛൻ്റെ കരുതലോടെ സിദ്ധു പറഞ്ഞപ്പോൾ എല്ലാത്തിനും നല്ല കുട്ടികളായി തലയാട്ടി രണ്ടും. മനസ്സിൽ എന്താണോ ആവോ. പുതിയ ക്ലാസ്സിലേക്ക് സിദ്ധു തന്നെയാണ് അവരെ ആക്കിയത്. സാക്ഷിയെ സീനിയേഴ്സിന് എല്ലാവർക്കും അറിയാമെങ്കിലും കൂടെ വന്ന പ്രോപ്പർട്ടിയെ ആർക്കും അറിയില്ലായിരുന്നു. കോളേജും ക്ലാസ്സും വീടുമൊക്കെയായി അവർ അടിച്ചു പൊളിച്ചു. ഒരേ സമയം കോളേജും ഓഫീസും ഒരുമിച്ച് കൊണ്ടുപോകാൻ സിദ്ധു നന്നായി ബുദ്ധിമുട്ടിയെങ്കിലും എന്തിനും കൂടെ സച്ചുവും വിച്ചുവും ഉണ്ടായിരുന്നു. രാത്രി ഉറക്കം കളഞ്ഞ് ലാപ്പിൽ ജോലി ചെയ്യുമ്പോൾ അവനു കൂട്ടായി കാപ്പിയിട്ടും തല മസാജ് ചെയ്തുമെല്ലാം സച്ചു കൂടെ ഇരുന്നപ്പോൾ സിദ്ധുവിനും വിച്ചുവിനും അവളായിരുന്നു ലോകം. മറ്റാരും കടന്നു വരാത്ത അവരുടെ മാത്രം സ്വർഗം. കോളേജിൽ വിച്ചുവിൻ്റെയും സച്ചുവിൻ്റെയും ഇടയിൽ മറ്റാർക്കും സ്ഥാനമില്ലായിരുന്നു. അവർക്ക് അവർ മാത്രം. രണ്ടുപേരും ഇരിക്കുന്നതുവരെ ഒരുമിച്ച്. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പലതും പറയുന്ന ഈ നാട്ടിൽ അവരുടെ ബന്ധം വളച്ചൊടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നത് മറ്റൊരു സത്യം. സാക്ഷിയോടുള്ള വിച്ചുവിൻ്റെ അമിത സ്വാതന്ത്ര്യവും ഏതു നേരവും ഒരുമിച്ച് നടക്കുന്നതുമല്ല കാരണം ബാക്കിയുള്ളവർ അവരുടെ ബന്ധത്തെ മറ്റൊരർത്ഥത്തിൽ കാണാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുമ്പോൾ മുറുമുറുപ്പ് കൂടിയെങ്കിലും സാക്ഷിയും വിച്ചുവും അതൊന്നും അറിഞ്ഞില്ല. സിദ്ധുവിനോട് പറഞ്ഞവരെയെല്ലാം ചെക്കൻ നല്ല ശുദ്ധ മലയാളം പഠിച്ചതുകൊണ്ട് തന്നെ ആരും ആ വഴിയും പോയില്ല. ബ്രേക്ക് സമയം മുഴുവൻ അവർ സ്നേഹയുടെ കൂടെയാണ്. സിദ്ധു ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഏതു നേരവും അതിൻ്റെ തിരക്ക്. എങ്കിലും ക്യാൻറ്റീനിൽ നിന്നും ഫുഡ് കഴിക്കാൻ കയ്യിൽ എത്ര പൈസയുണ്ടെങ്കിലും അവർക്ക് സിദ്ധുവിൻ്റെ പേഴ്സ് തന്നെ വേണം. അതിനുവേണ്ടി സിദ്ധുവിൻ്റെ പുറകിൽ നടക്കുക എന്നത് അവരുടെ മറ്റൊരു ഹോബി. കിട്ടുന്ന സമയമൊക്കെ ആയുഷ് സാറിനെ പണി കൊടുക്കാൻ വിച്ചുമോൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവന് കൂട്ടായി അർജുവും. സ്റ്റാഫ് റൂമിൽ പോയി ആയുഷ് സാറിൻ്റെ സാധനങ്ങൾ സ്ഥലം മാറ്റി വയ്ക്കുക, വണ്ടിയുടെ സീറ്റിൽ ചൂയിങ്കം ഒട്ടിക്കുക, ബൈക്കിൻ്റെ കാറ്റഴിച്ചു വിടുക തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ എല്ലാം സിദ്ധു കാണുന്നുണ്ടെങ്കിലും അവൻ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു. ആരു വിളിക്കുന്നത് കേട്ടാണ് ദച്ചു രാവിലെ ഉണർന്നത്. ഞായറായതുകൊണ്ട് തന്നെ സമയം 11 എന്താടി രാവിലെ? ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ നീ? ആകെ കിട്ടുന്ന ഒരു ഞായറാണ്. ശല്യപ്പെടുത്താതെ ഫോൺ വെച്ചിട്ട് പോ പെണ്ണേ. ഞാൻ ആരെയും ശല്യപ്പെടുത്താനല്ല ഏട്ടാ വിളിച്ചത്. നമ്മുടെ കല്യാണത്തിൻ്റെ തീയതി എടുത്തു. 2 അച്ഛന്മാരും ഒരുമിച്ച് പോയാണ് എടുത്തത്. അത് ഏട്ടനോട് പറയാൻ 2 പേരും പിന്നെ അപ്പുവേട്ടനും ഇപ്പം അങ്ങോട്ട് വരും. കല്യാണക്കാര്യം പറയാൻ നിന്റെ കോപ്പുവേട്ടൻ എന്തിനാ? നീ ഫോൺ വെച്ചോ, ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. വിളിക്കാൻ മറക്കല്ലേ? ഇല്ലടി, ഞാൻ വിളിക്കാം. മനുഷ്യന് കുറച്ച് ദിവസം കൊണ്ട് സ്വസ്ഥതയുണ്ടായിരുന്നു. ഇനി എന്തിനാണാവോ പുല്ല് രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നത്? ഇവന്റെ പെങ്ങളെയല്ലേ ഞാൻ കെട്ടുന്നത്, അല്ലാതെ ഇവനെ അല്ലല്ലോ. ആയുഷ് വീട്ടിലേക്ക് വരുന്നതിന്റെ എല്ലാ ദേഷ്യവും ദീക്ഷിതിനുണ്ടായിരുന്നു. സാക്ഷിയെ ഇതുവരെ വീട്ടിലേക്ക് വിളിക്കാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. ഞായറാണെന്ന് പറഞ്ഞ് രാവിലെ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാതെ ഒന്ന് എണീക്ക് കണ്ണേട്ടാ. 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. രാവിലെ 10 മണിയായിട്ടും ഉണരാത്ത സിദ്ധുവിനെ കുത്തിപ്പൊക്കാൻ പഠിച്ച പണി 18 എടുക്കുകയാണ് സാക്ഷി. എൻ്റെ സച്ചു, മനുഷ്യന് ആകെ കിട്ടുന്ന ഒരു അവധി ദിവസമാണ്. ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കേ പ്ലീസ്. അതൊന്നും പറ്റില്ല. രാത്രി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ട് രാവിലെ ഏട്ടൻ മാത്രം കിടന്നുറങ്ങുന്നു. ഇത് കള്ളക്കളിയാണ്. സാക്ഷി പറഞ്ഞതും സിദ്ധു വലിച്ചവളെ നെഞ്ചിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞോ നിന്നോട് അടുക്കളയിൽ പോയി ജോലിയെല്ലാം ചെയ്യാൻ? വിച്ചു ഉണരാൻ ഉച്ചയാകും. പിന്നെ നിനക്ക് കുറച്ചുകൂടി കിടന്നൂടെ? ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് താ ഫുഡ് താ എന്ന് പറഞ്ഞാൽ മുന്നിൽ ആഹാരം വന്നിരിക്കില്ല. അതിന് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. വെറുതെ മടി കാണിക്കാതെ വാ കണ്ണേട്ടാ. റൊമാൻസ് ഒക്കെ പിന്നെ. എൻ്റെ ഭാര്യ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സമ്മതിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചി തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഏട്ടൻ വായോ. ആയുഷും പ്രതാപും ചന്ദ്രദാസും കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് ദീക്ഷിത് താഴേക്കിറങ്ങി വന്നത്. കറുപ്പ് കളർ ഷർട്ടും അതേ കരം മുണ്ടുമാണ് അവൻ്റെ വേഷം.
നീ ഈ സമയം എവിടേക്കാണ് മോനെ പോണത്? ആരാ വന്നിരിക്കുന്നത് എന്ന് കണ്ടില്ലേ നീയെ? നിന്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്ത കാര്യം പറയാനാണ് ഇവർ വന്നത്. അറിയാം അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ കൂടെ ഇവിടെ വേണം. അതിന് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെയില്ലേ? അത് അച്ഛൻ ഒന്നുകൂടി ആലോചിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ 18 കൊല്ലം എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ ഒരാൾ ഈ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ്റെ മോൾ, എൻ്റെ കുഞ്ഞി. ഒരു കല്യാണം കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവളുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു എന്നല്ലല്ലോ. ആരും അവളെ ഉപേക്ഷിച്ചതല്ലല്ലോ മോനെ, അവൾ വരാത്തതല്ലേ. അവളെന്താ വരാത്തത് എന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരണോ അച്ഛന്? ആത്മാഭിമാനം എന്ന കാര്യം ഉള്ളതുകൊണ്ട്. തെറ്റെല്ലാം ചെയ്തത് ഈ ഇരിക്കുന്ന ചെറ്റയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛന് സ്വന്തം മോളെ കാണാൻ പറ്റില്ല. പകരം അവനെ വീട്ടിൽ കയറ്റി സ്വീകരിക്കാം അല്ലേ? അവൻ്റെ പെങ്ങളെന്ന കാരണം കൊണ്ട് സ്നേഹിച്ച പെണ്ണിനെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ആരുമായിട്ടുള്ള കല്യാണം. പക്ഷേ ആ കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ പെങ്ങളും അളിയനും എൻ്റെ കൂടെ വേണം. ഇന്ന് കല്യാണത്തിന് സമയമെടുത്ത കാര്യം പറയാനും ബാക്കി കല്യാണ കാര്യങ്ങൾ തീരുമാനിക്കാനും അല്ലേ നിങ്ങൾ ഇവിടെ വന്നത്? അപ്പോൾ സിദ്ധുവും വേണം ഇവിടെ. അവൻ ഈ വീട്ടിലെ മരുമകനാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം അവനുമുണ്ട്. ഞാൻ കുഞ്ഞിയെയും സിദ്ധുവിനെയും വിളിക്കാൻ പോവാ. അവർ എൻ്റെ കൂടെ വരും. വന്നില്ല എങ്കിൽ അവർ വരാതെ ഈ ചടങ്ങ് നടക്കില്ല, കല്യാണവും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ അവർ വരണേ എന്ന് പ്രാർത്ഥിച്ചോ അച്ഛനും മോനും. ഇതും പറഞ്ഞ് കീ സ്റ്റാൻഡിൽ നിന്നും കാറിൻ്റെ കീ എടുത്ത് ഇറങ്ങിപ്പോയി ദച്ചു. ദീക്ഷിത് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് ഫോണിൽ കാര്യമായി എന്തോ ചെയ്ത് ഊഞ്ഞാലിലാടുന്ന വിച്ചുവിനെയാണ്. എന്താ വിച്ചു, നീ ഒറ്റയ്ക്ക് ഇവിടെ? സിദ്ധുവും കുഞ്ഞിയും എവിടെ? കിച്ചൺ റൊമാൻസ്. ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് വീണ്ടും ഫോണിൽ കുത്താൻ തുടങ്ങി അവൻ. എന്താ? ഓ എൻ്റെ പൊന്ന് ദച്ചു ചേട്ടാ, അവിടെ അകത്ത് ഈ സമയം നല്ല കട്ട റൊമാൻസ് ആയിരിക്കും അടുക്കളയിൽ. ഞാനെന്തിനാ വെറുതെ അവരുടെ കഞ്ഞിയിൽ പാറ്റയാകുന്നത്? ആകെ കിട്ടുന്ന ഒരു സൺഡേ അല്ലേ. വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഔട്ടിങ് പോകും. അവരോട് മാത്രം പോകാൻ പറഞ്ഞാൽ ഞാനില്ലാതെ പോകില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും ഞാനായി തന്നെ റൊമാൻസിക്കാൻ ചാൻസ് കൊടുക്കുന്നതല്ലേ നല്ലത്. നിന്റെ കുഞ്ഞിത്തലയ്ക്കുള്ള ഇത്ര കുരുട്ടുബുദ്ധി ഉണ്ടോടാ വിച്ചു? എൻ്റെ കുരുട്ടുബുദ്ധിയെ ഇങ്ങനെ സംശയിക്കരുത് മിസ്റ്റർ. ഇപ്പോൾ എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ എങ്ങനെ ആയുഷ് സാറിന് പണി കൊടുക്കാമെന്ന് ആലോചിച്ചാണ്. ആ എൻ്റെ ബുദ്ധിയെ കുരുട്ടുബുദ്ധി എന്ന് പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. ഞാൻ അപമാനിക്കില്ല. നീ പോയി അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുവാ. ഞാൻ ഇവിടെ നിൽക്കാം. എനിക്ക് വയ്യ അകത്തേക്ക് പോകാൻ. ചേട്ടൻ തന്നെ പോയി വിളിക്ക്. ഞാൻ കുറച്ച് ശുദ്ധമായി ശ്വസിക്കട്ടെ. പിന്നെ അടുക്കളയിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതെടുത്ത് താഴെ ഇടുന്നത് നല്ലതാ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ എടുക്കാൻ ഞാൻ അകത്തേക്ക് വരേണ്ടി വരും. ഈ ചെക്കൻ സിദ്ധുവിന് ഓസ്കാർ കൊടുക്കണം ഇതിനെ സഹിക്കുന്നതിന്. അകത്തേക്ക് കയറിയിട്ട് ദീക്ഷിത് ഒന്ന് മടിച്ചു അകത്തേക്ക് പോകാൻ. മറ്റൊന്നും കൊണ്ടല്ല, വെറും ഭയം. ഇനി വിച്ചു പറഞ്ഞതുപോലെ അകത്താണെങ്കിലോ? ദീക്ഷിത് അകത്തേക്ക് കയറിയതും സിദ്ധു പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. കള്ളച്ചിരി പ്രതീക്ഷിച്ച ദച്ചു കണ്ടത് സിദ്ധു മൈദപ്പൊടിയിൽ മുങ്ങിക്കുളിച്ചതാണ്. ഇടയ്ക്ക് എന്തൊക്കെയോ സാക്ഷിയെ ചീത്ത പറയുന്നുമുണ്ട്. ഇതെന്താ അളിയ, നീ ഇങ്ങനെ പൊടിയിൽ മുങ്ങി? ദീക്ഷിതിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് സിദ്ധു കണ്ടത്. ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിയായി. അളിയനാണോ? ഇന്ന് നല്ല സുന്ദരനൊക്കെ ആയല്ലോ. അളിയൻ്റെ പെങ്ങൾ എന്നെ ഒന്ന് സ്നേഹിച്ചതാ. അവളെ അടുക്കളയിൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് പോലും. അതിന് അവൾ എന്തിനാടാ നിന്നെ പൊടിയിൽ കുളിപ്പിച്ചത്? ഇത് പറഞ്ഞതും സാക്ഷി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. ഇവിടെ നിന്ന് ഇനി ഹാളിൽ കൂടി പൊടിയാക്കാതെ ഒന്ന് പോയി കുളിക്കും മനുഷ്യ. ഇവിടെല്ലാം പൊടിയാക്കിയാൽ നിങ്ങൾ തന്നെ തുടയ്ക്കണം. ഞാനും വൈച്ചുവും കൈകൊണ്ട് തൊടില്ല. സച്ചു ഭദ്രകാളിയായതും സിദ്ധു റൂമിലേക്ക് ഓടിയതും എല്ലാം സോ ഫാസ്റ്റ്. തൻ്റെ കുസൃതി കുടുക്കയായ അനിയത്തിയിൽ നിന്നും ഒരു കുടുംബം നോക്കുന്ന ഭാര്യയിലേക്കുള്ള മാറ്റം, അത് ഓരോ തവണ കാണുമ്പോഴും ദീക്ഷിതിന് അത്ഭുതം തന്നെയാണ്. ഒരേ സമയം ഭാര്യയുടെയും സഹോദരിയുടെയും ഒക്കെ റോള്. എന്താ ദിക്കൂട്ടാ ഈ സമയത്ത്? ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയേ. ഞാൻ കണ്ണേട്ടന് ഡ്രസ്സ് കൊടുത്തിട്ട് വരാം. നീ തന്നെയല്ലേ കുഞ്ഞി അവനെ അടുക്കളയിൽ നിന്ന് ഓടിച്ചത്, എന്നിട്ട് ഇപ്പോൾ ഡ്രസ്സ് കൊടുക്കാൻ പോകുന്നു? ഞാൻ അടുക്കളയിൽ നിന്നും വെറുതെ ഓടിച്ചതല്ല ദിക്കൂട്ടാ. ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല. വെറുതെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കും. പിന്നെ പണിയും നടക്കില്ല. ഇന്ന് തന്നെ ഞാൻ അലമാരയിൽ നിന്നും പൊടിയെടുത്തപ്പോൾ എന്നെ പേടിപ്പിക്കാൻ ഞാനറിയാതെ പുറകിൽ നിന്ന് വന്നതാ. പേടിച്ച് കൈതട്ടി മൈദയിരുന്ന പാത്രം താഴെ വീണു. വീഴുന്നതിന് മുൻപ് ഞാൻ മാറി.
എല്ലാം കുറച്ചുപോലും സ്ഥലം മാറാതെ കണ്ണേട്ടൻ്റെ തലയിലേക്ക് തന്നെ വീണു. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടുക്കള പറക്കും തളിക സിനിമയിൽ കണ്ടതുപോലെ ആയേനെ. എൻ്റെ കെട്ടിയോനായതുകൊണ്ട് പറയുമല്ല, കുരുത്തക്കേടിനെ കയ്യും കാലും വെച്ച ചെക്കനാണ്. എൻ്റെ കുഞ്ഞി ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നിന്റെ ശബ്ദം ഉയർന്ന് ഞാൻ കേട്ടിട്ടേയില്ല. വീട്ടിലെ അമ്മയ്ക്ക് പെൺകുട്ടികൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. എന്ത് ചെയ്താലും കുറ്റമല്ലേ? പെണ്ണായാൽ ഉറക്കെ സംസാരിക്കരുത്, ആൺകുട്ടികളുമായി അടുപ്പം പാടില്ല, ബഹുമാനിക്കാൻ പഠിക്കണം, അങ്ങനെ. ഇവിടെ എൻ്റെ ലോകമാണ്. ഒരു നേരം ഞാൻ സൈലൻ്റ് ആയാൽ ചേട്ടനും അനിയനും കൂടി എനിക്ക് സ്വസ്ഥത തരില്ല. നല്ല അടക്കവും ഒതുക്കവുമായിട്ട് കണ്ണേട്ട ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഏട്ടൻ അത് കേട്ട ഭാവം നടിക്കില്ല. ആ സ്ഥാനത്ത് ഇനി ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ തലയിൽ ചപ്പാത്തി പലക കൊണ്ട് ഞാൻ അടിക്കും മനുഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ആള് നല്ല കുട്ടിയാകും. സാഹചര്യങ്ങളാണല്ലോ ദിക്കൂട്ട നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫുൾ ഫ്രീഡമാണ്. ഒന്നിനും കണ്ണേട്ടൻ അതിർവരമ്പുകൾ വെച്ചിട്ടില്ല. എന്തും എൻ്റെ ഇഷ്ടം. വീട്ടിൽ ജോലിക്ക് സഹായത്തിന് ഒരാളെ വെക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ ഞാനാണ് സമ്മതിക്കാത്തത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് ആളെ നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. ഇതും പറഞ്ഞ് സാക്ഷി അവരുടെ റൂമിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ദീക്ഷിത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. സച്ചുവും ദീക്ഷിത്തും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സിദ്ധു കുളിച്ചിട്ടിറങ്ങി വന്നത്. ഒരു കാവിമുണ്ടും ടീഷർട്ടുമായിരുന്നു വേഷം. അളിയൻ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചോ? ഇല്ല, ഞാൻ കുഞ്ഞിയോട് സംസാരിച്ചു കൊണ്ടിരുന്നതാ. എങ്കിൽ ഒരു 5 മിനിറ്റ്, ഞാൻ ദാ വന്നു. ഇതും പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിയ സിദ്ധു തിരിച്ചു വന്നപ്പോൾ കയ്യിൽ 4 ജ്യൂസ് ഉണ്ടായിരുന്നു. വൈച്ചുവിന് ഞാൻ കൊടുത്തിട്ട് വരാൻ കണ്ണേട്ടാ. ആ, അവനോട് ഇനിയും അവിടെ ആകാശത്തെ പറവകളുടെ എണ്ണം എടുക്കാതെ അകത്തേക്ക് കയറി കിടക്കാൻ പറ. അല്ലെങ്കിൽ ആ ഫോൺ വാങ്ങി ഞാൻ അലമാരയിൽ വെച്ച് പൂട്ടുമെന്നും കൂടി പറ. ഓക്കെ ഹബ്ബി. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നത് കൂടി വാങ്ങണം. അളിയൻ പറയാളിയാ, ഇവിടെ ഇതൊക്കെ സ്വാഭാവികമാണ്. നീ എങ്ങനെ സഹിക്കുന്നു സിദ്ധു ഈ രണ്ടിനെയും ഒരുമിച്ച്? എങ്ങനെ സഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയോ സഹിക്കുന്നു. എനിക്ക് ഓസ്കാർ തരണം അളിയ. കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച് 2 എണ്ണം. രാത്രി നൈറ്റ് ഡ്രൈവിന് 2നെയും കൊണ്ട് പോകും ഞാൻ. തിരിച്ചു വരുന്ന വഴി റോഡിൽ ആളില്ല എന്ന് കണ്ടാൽ അവിടെ ഇറങ്ങി വെറുതെ കൂവും 2ഉം. എന്നിട്ട് തട്ടുകട കണ്ടാൽ എൻ്റെ പോക്കറ്റ് കാലിയാകാതെ തിരിച്ചു വരില്ല. പിന്നെ എന്തൊക്കെയായാലും അവരല്ലേ എൻ്റെ ലോകം. അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ. എൻ്റെ പെണ്ണും എൻ്റെ അനിയനും. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. എന്താ അളിയാ? ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഉറപ്പിക്കുന്ന ദിവസമാണ്. നിങ്ങൾ രണ്ടും വീട്ടിൽ വേണം. വരാൻ പറ്റില്ല എന്ന് പറയരുത്. വന്നില്ല എങ്കിൽ ഈ ചടങ്ങ് നടത്തില്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ എൻ്റെ അനിയത്തിയും അളിയനും വേണം കൂടെ.